ഹായ് കൂട്ടുകാരെ, ഇന്ന് സാമ്പാർ പൊടിയുടെ ഓർഡർ ഉണ്ട് കേട്ടോ. അതിൻ്റെ റെസിപ്പി കണ്ടാലോ? 1 കിലോ സാമ്പാർ പൊടിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. മുഴുവൻ മല്ലി 1/2 കിലോ എടുക്കുക. അതുപോലെ കടലപ്പരിപ്പ് 100 ഗ്രാം, ഉലുവ 100 ഗ്രാം, തുവര 50 ഗ്രാം, ഉഴുന്നുപരിപ്പ് 50 ഗ്രാം, കായം LG കായാണ് എടുക്കുന്നത്, കട്ടക്കായം അത് 50 ഗ്രാം. ഒപ്പം കുറച്ച് കുരുമുളകും കുറച്ച് പച്ചരിയും ചേർക്കുന്നുണ്ട്. ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ഉപയോഗിക്കുന്നത്. പേരിന് മാത്രം ലേശം ചേർത്താൽ മതി. ഇതെല്ലാം കഴുകി ഉണക്കി എടുത്ത് വെക്കുകയാണ് പതിവ്. എന്നിട്ട് ഓർഡർ അനുസരിച്ച് അത് വറുത്ത് പൊടിച്ച് കൊടുക്കും. റോസ്റ്റഡ് ആയിട്ടാണ് ചെയ്യണത്. അതായത് എണ്ണ ഒട്ടും ഉപയോഗിക്കാണ്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 7 മാസത്തോളം നമുക്ക് ഈ പൊടി കേടുവരാതെ ഇരിക്കും. എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ദിവസമേ അതിരിക്കുള്ളൂ. ഇങ്ങനെ പൊടിച്ചെടുത്ത പൊടി കാണിക്കാം കേട്ടോ. ഇങ്ങനെ പൊടിച്ചെടുത്ത പൊടി 2 തവണ തരിച്ചെടുക്കണം കേട്ടോ. നല്ലോണം തരികളുണ്ടാവും. 2 തവണ തരിച്ചെടുത്ത് നല്ല സ്മൂത്തായിട്ടുള്ള പൊടി കിട്ടും. ഈ പൊടിയുടെ കൂടെ നമുക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒരു കളറിനാണ് ചേർക്കണം, നിർബന്ധമില്ല. ഉപ്പ് എന്തായാലും നിർബന്ധമായിട്ട് ചേർക്കുക, കാരണം കേടുവരാതിരിക്കാൻ സഹായിക്കും. അത് കല്ലുപ്പാണെങ്കിൽ പൊടിച്ച് ചേർക്കാം, അല്ല പൊടിയുപ്പാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് മിക്സ് ചെയ്താൽ മതി. മഞ്ഞൾപ്പൊടി ഉപ്പും ഒരുമിച്ച് മിക്സ് ചെയ്ത് ചേർത്താൽ മതി. കൂട്ടുകാരൊക്കെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നമുക്ക് നല്ല സാധനങ്ങൾ വാങ്ങി നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കഴുകി ഉണക്കി വെച്ച ആവശ്യാനുസരണം പൊടിച്ചെടുക്കാം. ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ.